ഈ ബജറ്റ് അവതരണത്തിന് ഒരുങ്ങുന്ന ധനമന്ത്രിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഈ ഡിമാൻഡിൽ ഉണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവാണ്. നേരത്തെ ക്രിസ്ത്യൻ ചേച്ചി അത് സൂചിപ്പിക്കുകയും ചെയ്തു. രാജ്യത്ത് സ്വകാര്യ നിക്ഷേപം കുറയുന്നത് തടയാനും ഉപഭോഗം കൂട്ടാനുമുള്ള കൃത്യമായ നയങ്ങൾ ബജറ്റിലുണ്ടാകും എന്നാണ് പ്രതീക്ഷ. നഗര ഗ്രാമീണ ഭേദമന്യേ ഉപഭോഗം കുറയുന്നുവെന്നതാണ് നിലവിലെ പല സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ഇതിന് പരിഹാരമായി ഉപഭോഗം കൂട്ടാനുള്ള നടപടികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി തുക അനുവദിക്കുന്നതിൽ ഇത്തവണയും പിശുക്ക് കാട്ടാനിടയില്ല. ഇതിനു പുറമെ ജനങ്ങളുടെ കയ്യിൽ ചെലവാക്കാൻ കൂടുതൽ പണമുണ്ടാകുന്ന തരത്തിൽ നികുതി വ്യവസ്ഥ പരിഷ്കരിക്കാനും നടപടികളുണ്ടായേക്കും. സ്വകാര്യ നിക്ഷേപം ഉയർത്താനാവശ്യമായ നിരവധി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉപഭോഗം ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നിക്ഷേപങ്ങളിലും മാറ്റം വരും. കാര്യം നിക്ഷേപരെല്ലാം നോക്കുന്നത് എന്താണ്? കൂടുതൽ ഉപഭോഗം ഉണ്ടാകുന്നുണ്ടോ, കൂടുതൽ കാര്യങ്ങൾ വിറ്റഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടണമെങ്കിൽ അതൊരു ഉപഭോഗം കൂടണം. ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വളരെ കാര്യമായിട്ട് ഫൈനാൻസ് മിനിസ്റ്റർ ആലോചിക്കേണ്ട ഒരു കാര്യം. ഇന്ധനവില കുറയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇന്ധനവില കുറഞ്ഞാൽ മൊത്തത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനാകും. വില കുറയുന്നത് ഉപഭോഗം കൂട്ടും. അതുകൊണ്ട് തന്നെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാൻ ധനമന്ത്രി തയ്യാറാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 21% സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓരോ പെട്രോളിൽ ചുമത്തിയിരിക്കുന്നത്. ഈ നികുതിയിൽ ഒരു ഇളവ് വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അത് പെട്രോളിൻ്റെ വില കിട്ടുമ്പോൾ നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് കുറച്ച് ലാഭകരമാകുന്നു. ബിസിനസ് ഡെസ്ക് 24.